ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ എന്താ കേരളത്തിൽ ചെയ്തത്? ഇത്തരത്തിൽ ഒരു ബൈനറി ഉണ്ടാക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ആളായിട്ടൊരു റോൾ വഹിക്കുക ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ എന്തൊക്കെയാണ് കണ്ടതെന്നേ, നമ്മൾ കണ്ടത് ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ റോഡിലേക്ക് ഇറങ്ങി SFIക്കാരെ വെല്ലുവിളിക്കുന്നതല്ലേ നമ്മൾ കണ്ടത്. വേറൊരു സ്ഥലത്ത് പോയി നിന്നിട്ട് അദ്ദേഹം ഒരു വലിയ സീൻ സൃഷ്ടിച്ചിട്ട് അമിത്ഷായെ വിളിക്കുന്നു, പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ വിളിക്കുന്നു. പിന്നെ മറ്റൊരിടത്ത് ഏതാണ് കോഴിക്കോട്ടങ്ങാടിയിൽ എല്ലാ സുരക്ഷാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ട് നേരെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു. ഈ രീതിയിലൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിട്ടുള്ള പ്രകടനങ്ങളുണ്ടല്ലോ, പരസ്യമായ പ്രകടനങ്ങൾ, അതൊക്കെ യഥാർത്ഥത്തിൽ CPM-ൻ്റെയും സർക്കാരിൻ്റെയും ഈ നറേറ്റീവിനെ വളരെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അത് കൂടുതൽ ജനകീയമാക്കുകയാണ് ചെയ്തത്. ദേ നോക്കൂ, കേരളവും കേന്ദ്രവുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്, അവർ രാഷ്ട്രീയമായി നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് പറഞ്ഞ ഒരു ആശയത്തിന് അതിശക്തമായി ജനങ്ങൾക്കിടയിൽ പ്രചാരണം നടത്താൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗുണഭോക്താവ് CPM ആണ്. അപ്പോൾ അതിനകത്തൊരു ദോഷമുണ്ടല്ലോ. ആ ദോഷം ആർക്കാവുള്ളത്? BJPക്ക് വലിയ ദോഷമാണെന്നേ. അത് എന്താ സംശയം? BJP കേരളം ഒരു വലിയ ടാർഗറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു പാർട്ടിയല്ലേ. ഘട്ടം ഘട്ടമായി BJP അതിൻ്റെ വോട്ട് നില ഉയർത്തിക്കൊണ്ടുവരുന്നു. ഘട്ടം ഘട്ടമായി അധികാരത്തിലെത്താൻ കഴിയുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ അത് ഭാവന ചെയ്തെടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു പദ്ധതിയുമായിട്ടാണ് BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു എന്താ പറയുക, ഈ സംസ്ഥാനത്തെ ജനങ്ങളെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള നറേറ്റീവ് ശക്തിപ്പെടുകയാണെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ ദോഷം BJPക്ക് കൂടി ഉണ്ടെന്നേ. അത് മനസ്സിലാക്കുന്ന RSS, ഞാൻ RSSനെയാണ് ഈ കാര്യത്തിൽ, RSSൻ്റെ ഒരു അടവുമാറ്റമായിട്ട് തന്നെയാണ്. കാരണം നിങ്ങൾ രാജേന്ദ്ര ആർലേക്കറെ ചെറുതായിട്ട് കാണണ്ട, കാരണം വെച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല ആർലേക്കർ എന്ന് പറഞ്ഞാൽ കറകളഞ്ഞ RSSകാരനാണ്.